എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യണമെന്ന് ഞാനും ഓർക്കും കേട്ടോ. പക്ഷേ മുടങ്ങാതെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം അത് ഒരു 15 മിനിറ്റാണ് ഞാൻ എടുക്കുന്ന ടൈം. കാരണം ഒട്ടും നമുക്ക് സമയമില്ല. വളരെ പെട്ടെന്ന് ചെയ്ത് തീർക്കണമെന്നാണ്. കാരണം നമ്മുടെ കിച്ചണിലെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് വേഗത്തിൽ ഷോപ്പിൽ പോകേണ്ടതാണല്ലോ. 9 എന്ന് പറയുന്ന ആ ഒരു സമയത്ത് എൻ്റെ ഷോപ്പ് തുറക്കുക എന്നത് എനിക്ക് മസ്റ്റാണ്. അതിനപ്പുറം അത് വിട്ടൊരു കളിയില്ല. കാരണം നമ്മളെ പ്രതീക്ഷിച്ച് ഒരുപാട് പേര് ആ 9 മണി എന്ന് പറയുന്ന സമയത്ത് എത്തുന്നതാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു 9 മണിക്ക് തന്നെ കട തുറക്കാനായിട്ട് ഞാൻ വളരെ അധികം പ്രയത്നിക്കാറുണ്ട്. കാരണം വളരെ തിരക്കിട്ട് ഓടി നടന്ന് ജോലി ചെയ്ത് അതിനിടയ്ക്ക് ഈ ഒരു എക്സസൈസ് കുറച്ച് നേരമെങ്കിലും ചെയ്ത് മനസ്സിനും ശരീരത്തിനും ഒരു ഉന്മേഷം വരുത്തിയതിന് ശേഷമാണ് ഞാൻ പിന്നെ മറ്റ് പണികളിലേക്ക് പോകുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എണീറ്റാൽ ഉടൻ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. അതിന് ശേഷമാണിത് ചെയ്യുന്നത്. ആ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എന്തോ ഒരു വല്ലാത്തൊരു എനർജി കിട്ടും. തണുത്ത വെള്ളമോ അല്ലെങ്കിൽ പനിയൊക്കെ ഉള്ളപ്പോൾ ചൂട് വെള്ളമോ ഞാൻ കുടിക്കാറുണ്ട്. പക്ഷേ ഇപ്പം നല്ല ചൂടായതുകൊണ്ട് നല്ല തണുത്ത വെള്ളം, അതായത് നമ്മൾ കലത്തിൽ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ വാട്ടർ കലത്തിൽ വെച്ചേക്കുന്ന ആ ഒരു വെള്ളമാണ് ഞാൻ കുടിക്കുന്നത്. ഫ്രിഡ്ജിലെ വെള്ളം ഞാൻ രാവിലെ എണീറ്റ് വന്നുകൊണ്ടേ കുടിക്കാറില്ല. അതിനുശേഷം ഞാൻ ഈ സ്റ്റെപ്പൊക്കെയാണ് ചെയ്യുന്നത്. നിങ്ങളെ കൂടി കാണിച്ചതെന്ന് വെച്ചാൽ നമുക്ക് സത്യത്തിൽ എത്ര തിരക്കുണ്ടെങ്കിലും അല്പസമയത്ത് ഒരു എക്സസൈസ് വളരെ ആവശ്യമാണ്. അപ്പോൾ ചിലർ പറയാറുണ്ട് വീട്ടിലെ ഉള്ള പണികൾ ചെയ്യുമ്പോൾ തന്നെ അതൊരു വ്യായാമം ആകുമെന്ന്. ഒരിക്കലുമല്ല. നമ്മുടെ ഇതുപോലെ കഴുത്ത് ഒക്കെ ഇങ്ങനെ ചെയ്ത് നമ്മളിപ്പോൾ അമ്മിക്കല്ല് അരയ്ക്കുന്നതും അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ജോലികൾ ചെയ്യുമ്പോഴും അതൊരു എക്സസൈസായി മാറുമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അമ്മിക്കല്ലിൽ അരയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ നെക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാറില്ലല്ലോ. സാധാരണ നമ്മുടെ ബോഡി മുന്നോട്ടും പുറകോട്ടും മാത്രമൊന്ന് പോകുകയല്ലേ ഉള്ളൂ. പിന്നെ കൈക്ക് നമുക്ക് എക്സസൈസ് കിട്ടും. പക്ഷേ നമ്മുടെ നെക്കിന് വളരെ അത്യാവശ്യമാണ് എക്സസൈസ്. കാരണം എന്ന് പറയുന്നത് ഞരമ്പുകളെല്ലാം നമ്മുടെ ഹെഡിലാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു കേൾക്കുന്നത്. ഈ യൂട്യൂബ് ഉള്ളത് കൊണ്ട് എപ്പോഴും നമ്മളിങ്ങനെ ഈ ഓരോ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് തന്നെ അറിയില്ല. എന്നിരുന്നാലും കുറച്ചൊക്കെ നമ്മൾ ചെയ്യും. അപ്പോൾ ആ ഒരു തലയ്ക്ക് ഒരു എക്സസൈസ് കിട്ടിക്കോട്ടെ, അതൊരു ബോഡി മൊത്തം ആ ഞരമ്പ് ഇങ്ങനെ വരുന്നുണ്ടോ എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് നമ്മൾ MBBS പഠിച്ചവരൊന്നും അല്ലല്ലോ. അപ്പം നമ്മൾ കുറച്ച് നേരമെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കാല് ഇങ്ങനെ നമുക്ക് സ്വന്തമായി നിന്ന് ആരുടെ ഒരു സപ്പോർട്ടില്ലാതെ നിന്നുകൊണ്ട് നമ്മുടെ ആ ഒരു ഹിപ്പിൻ്റെ അടുത്ത് കൈ വെച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അത് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അവർക്കൊരു കസേര, ഒരു ചെയർ അടുത്തിട്ടിട്ട് അതേ പിടിച്ചുകൊണ്ട് ചെയ്യാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു തൂണോ മറ്റോ ഉണ്ടെങ്കിൽ അതേ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. 1-2 ദിവസം ചെയ്യുമ്പോഴേക്കും ഞാൻ ഈ ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് 5 ടൈം ഞാൻ ക്ലോക്ക് വൈസ് ആണ് ചെയ്തിരിക്കുന്നത്. ആദ്യം ഞാൻ റൈറ്റ് ഹാൻഡും പിന്നെ ഇത് ഞാൻ ലെഫ്റ്റ് ലെഗുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് കറക്കിയൊക്കെ വരുമ്പോഴത്തേക്ക് ആ കാലിൽ ഒരു മസിൽ പിടുത്തവും എല്ലാം നമുക്ക് കിട്ടും. പിന്നെ ചെറിയ ചെറിയ ഞൊട്ടകൾ ഇങ്ങനെ വീണ് ആ കാലിനൊരു ആ ഞരമ്പുകൾക്കും ഒരു ആയാസം കിട്ടുന്നതാണ്. അതുപോലെ ഇതുപോലെ പിടിച്ചുകൊണ്ട് ആദ്യമൊക്കെ ചെയ്യുക. അതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് കൈവിട്ടുള്ള കളി നടത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ കൈവിട്ടുകൊണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിക്ക് കുറച്ചും കൂടി ഒരു എനർജി കിട്ടും. അങ്ങനെ ഇത് ഇത്രയും ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് അറിയാതൊരു ഉന്മേഷം നമ്മുടെ ശരീരത്തിലേക്ക്, ഒരു ഫുൾ ഡേക്കുള്ള എനർജി അപ്പം തന്നെ ഒരു ഊർജ്ജം നമ്മളിലേക്ക് കയറുന്നതാണ്. പ്രത്യേകിച്ച് പ്രഭാതത്തിലായതുകൊണ്ട് വളരെ നല്ലതുമാണ്. വളരെ വേഗത്തിൽ ഇന്ന് ഷെയർ ചെയ്തോളൂ. സപ്പോർട്ട് ചെയ്യണം കേട്ടോ.